ബർത്ത്ഡേ സാറമ്മോ. അതെ, ഇന്ന് നമ്മുടെ കുട്ടിക്കുറുമ്പി സാറമ്മോളുടെ 8ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. വിശേഷങ്ങളൊക്കെ എപ്പോഴും നമുക്ക് വലിയ ആഘോഷങ്ങളാണ്, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ. പതിപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ബലൂൺ വീർപ്പിക്കലായിരുന്നു. മെഷീനും പിന്നെ എല്ലാവരും കൂടെ കൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ ബലൂൺ വീർപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എവിടെ ഡെക്കറേറ്റ് ചെയ്യും, എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു കേട്ടോ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. ബിൻസി ചേച്ചി ഇത് ആർച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബലൂൺ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ കളർ കോമ്പിനേഷൻ കാണാനായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ പണ്ടത്തെ ചുറ്റുവള. പണ്ട് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ തലയിൽ നെറ്റിച്ചുട്ടിയായിട്ട് വെക്കുന്നത് ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് വള കാണുമ്പോൾ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഇത് മേലേന്ന് താഴേക്കിടുമ്പോൾ ഒരു പ്രത്യേക സയൻസ് ഉണ്ടെന്നാണ് ബീച്ചും പറയുന്നത്. ഫൈനലി ഇതാ നമ്മൾ ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷൻ? നല്ല ക്യൂട്ടായിട്ടില്ലേ? അങ്ങനെ താണ്ടെ സാറുമോളും കുട്ടിപ്പട്ടാളും പല കളറുള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനു മുമ്പ് ചെറിയൊരു പ്രാർത്ഥന നല്ലതല്ലേ? അങ്ങനെ ഇതാ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഇസബൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you. May the good God bless you. Yes. Happy birthday to you. അങ്ങനെ താണ്ടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കേക്കിന് വേണ്ടി ഒരു ലോഡ് ജനങ്ങൾ പുറകിൽ വെയിറ്റിംഗിലാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതാണേ. താണ്ടെ ഈ വീഡിയോ സണ്ണിച്ചേട്ടൻ എന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ച വീഡിയോ അല്ല കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഒരു പൂ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കിന്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡായിരിക്കുമല്ലോ. നല്ല ബിരിയാണി, നല്ല ബീഫ് കട്ട്ലറ്റും ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ ബിൻസി ചേച്ചിയുടെ അടിപൊളി സേമിയ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഗ്ലാസ് സേമിയ പായസമൊക്കെ കഴിച്ച് കിറങ്ങി നടക്കുമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും അതിൽ. അങ്ങനെ തകർപ്പൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയാറായപ്പോൾ എന്നാൽ പിന്നെ നല്ല ഗ്രൂപ്പ് ഫോട്ടോയും കൂടി എടുത്തിട്ട് പിരിയാന്ന് പറഞ്ഞ് 2-3 കിടുക്കൻ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി കളറായി. അപ്പം നമ്മുടെ ചുന്തരിക്കുട്ടി സാറമ്മോൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ജന്മദിനാശംസകൾ.